വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് മുദ്രാവാക്യം വിളികളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് കള്ളക്കൂട്ടമാണ്, നരേന്ദ്രമോദി പെരിങ്കള്ളനാണ് എന്നാണ് ഇപ്പോൾ എംപിമാർ ഉറക്കെ മുദ്രാവാക്യം വിളികളിലൂടെ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ വോട്ടർ പട്ടിക അട്ടിമറിക്കുകയാണ്. ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടിൽ 69 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അന്യായമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകൾ ബി ടീമായി കേന്ദ്ര സർക്കാരിന്റെ ഒപ്പം തന്നെ BJPയുടെ ബി ടീമായി പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത്. അതുതന്നെയാണ് അവർ പറയുന്നത്. കള്ളക്കൂട്ടമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പെരിങ്കള്ളനാണ് നരേന്ദ്രമോദി. മോദിയുടെ താളത്തിനൊത്ത് തുള്ളേണ്ടതല്ല രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഇപ്പോൾ എംപിമാർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CBC ജോസഫ് ചേരുന്നു. സിബി, എന്താണിപ്പോൾ ആ CBC ജോസഫിനൊപ്പം സ്വാതി സന്തോഷ് കൂടി ചേരുകയാണ്. സ്വാതി, എന്താണിപ്പോൾ അവിടെ പ്രതിഷേധ മാർച്ചിൽ എംപിമാർ പറയുന്നത്? മാർച്ച് കൃത്യം അവിടെ തടഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കേന്ദ്രസേന ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും എത്രയൊക്കെ ആരൊക്കെ തടഞ്ഞാലും ആ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുമെന്ന് എംപിമാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? കടുത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ്. പ്രതിപക്ഷം പുറത്തേക്ക് മാർച്ചാൽ തന്നെ വന്നപ്പോൾ കനത്ത സുരക്ഷ ഒരുക്കിക്കൊണ്ട് അവരെ തടയുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗത്തെ ഉൾപ്പെടെ TSF ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഇവരെ തടയുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയെങ്കിൽ പോലും വനിതാ MPമാരടക്കം ഇപ്പോൾ ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് അവരുടെ ശബ്ദം ഉയർത്തുകയാണ്. ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ഒരു സ്വരങ്ങളെയും തങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് വനിതാ MPമാർ ഈ ബാരിക്കേഡ് വെച്ച് അവരെ തടയുമ്പോഴും ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച ശബ്ദം തന്നെയാണ് MPമാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഈ ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ SIR പ്രക്രിയയിലെ കടുത്ത ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ നിശബ്ദരായിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു സന്ദേശം തന്നെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ബാരിക്കേഡ് മുഴുവനായി വെച്ചുകൊണ്ട് ഇവർക്ക് മുന്നിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് കടത്തിവിടില്ല എന്നൊരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ട എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഈ ബാരിക്കേഡ് ക്രോസ് ചെയ്തുകൊണ്ട് ബാരിക്കേഡ് മറികടന്നുകൊണ്ട് തങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ച് മുദ്രാവാക്യം വിളിച്ച് MPമാരെല്ലാം സന്തോഷാണ് ദില്ലിയിൽ നിന്ന് പാർലമെന്റിന് മുമ്പിൽ നിന്ന് നിർവാചന സദസ്സിന് മുൻപിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.